ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രോ ഒന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാണേ. ആദ്യം തന്നെ ഞാനൊരു അപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തു. ഞാനിത് ശരിക്കും അരിപ്പൊടിയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്പം, അതായത് വെള്ളയപ്പ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ആക്കാവേ. ഞാനിത് മൊത്തം ഒരു 10-15 അപ്പം ആക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചോറും തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു. അന്നേരം അതിൻ്റെ സൈഡിൽ തന്നെ ഞാനിവിടെ ചായ ആക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഇപ്പം വെള്ളം തിളച്ച് ഡിക്കോഷനാക്കി എന്നിട്ടിപ്പം പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ നമ്മുടെ അരച്ച് വന്ന കൂട്ടിൻ്റെ അകത്തോട്ട് ഈ ഇടിയപ്പം പൊടി വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ പൊടി ഇടുന്നത് കൊണ്ട് പൊടി കുറച്ച് കൂടുതൽ വെള്ളം വലിക്കും. അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള നമ്മുടെ ഈസ്റ്റ് ഇട്ട് കൊടുക്കും. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ എടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു 2 മണിക്കൂറിലൊക്കെ നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടും. പോരാത്തതിന് ഇപ്പോൾ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അന്നേരം അടുക്കളയിൽ കൂടെ വയ്ക്കണം. അടുക്കളയിൽ AC വരുമല്ലോ, അപ്പോൾ പിന്നെ അടുക്കളയിലോട്ട് വെക്കുവാണെങ്കിൽ 1.5-2 മണിക്കൂറിനുള്ളിൽ ശരിക്കും അപ്പം പൊങ്ങി കിട്ടും. അപ്പമല്ല, മാവ് പൊങ്ങി കിട്ടും. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച്, അതായത് 1 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത്. എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഞാൻ ഇപ്പം തന്നെ ചേർക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അവസാനം എല്ലാം കൂടെ നോക്കി ഇടേണ്ട ആവശ്യമില്ല. ശരിക്കും മാവ് റെഡി ആയത് നമ്മൾ എടുത്ത് ഡയറക്റ്റ് നമുക്ക് അപ്പം ചൂടാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇത് ഇടിയപ്പം പൊടി ആയതുകൊണ്ടുണ്ടല്ലോ, നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും ഇത് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പം നോക്കുക, നന്നായിട്ട് നൈസായിട്ട് തന്നെ അതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ശരിക്കും ഇത് അരച്ച് മാറ്റി വെച്ചു. ഇതൊന്ന് പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എനിക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വന്നു, നല്ല നൈസായിട്ടുള്ള പരുവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഇതുപോലെ പൊട്ടിച്ച പാക്കറ്റൊക്കെ ഇതുപോലെ ഒരു ലോക്ക് ഇപ്പം നമുക്ക് നാട്ടിലാണേലും വാങ്ങാൻ കിട്ടും, ആമസോണിലൊക്കെ നോക്കിയാൽ മതി. അങ്ങനെ ആക്കിയിട്ട് ഞാനതെടുത്ത് വെക്കാം. ഈസ്റ്റ് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ചുറ്റിയിട്ട് അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അതാകുമ്പോഴത്തേക്കും അത് കേടാവാണ്ട് അങ്ങനെ ഇരുന്നാൽ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടെ അതിൻ്റെ ആയുസ് കൂടും. ഈസ്റ്റ് നന്നായിട്ടിരിക്കും. പിന്നെ അന്നേരത്തേക്ക് സിയാക്കുഞ്ഞ് എണീക്കാൻ വേണ്ടിയിട്ട് സമയമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് മുട്ട പുഴുങ്ങായിട്ടുണ്ട്. മുട്ട പുഴുങ്ങുമ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പിടുവാണെങ്കിൽ അത് ക്രാക്ക് ആവാണ്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് അന്നേരത്തേക്കും മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര തിക്കായിട്ടായിരിക്കുന്നത്. നമ്മുടെ അപ്പം എന്ന് പറയുമ്പോൾ അത് ചുറ്റിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ ചുറ്റിച്ച് നൈസായിട്ട് വരണ്ട. അതിനുവേണ്ടി ഞാൻ അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ചും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട്, അതായത് അത് എല്ലായിടത്തും ഒരുപോലെ മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തിട്ട് ഞാനൊരു 15-20 മിനിറ്റും കൂടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് പൊങ്ങാൻ വെച്ചായിരുന്നു. കാരണം ഇനി അത് വെള്ളം ചേർത്തപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഇത് മാറണ്ടെന്ന് വിചാരിച്ചിട്ട് അന്നേരത്തേക്ക് നല്ല അടിപൊളിയായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ ചട്ടിയില്ലേ, അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ, അത്യാവശ്യം ചൂടുള്ള അടുപ്പിലാണ് അതിരിക്കുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായി പോകുന്നു. പക്ഷേ ആ ചൂടില്ലെന്നാണ് നമുക്ക് മര്യാദയ്ക്ക് അപ്പം ചുട്ടെടുത്താലും നല്ല രീതിയിൽ വരില്ല. അതുകൊണ്ട് ഞാൻ എന്നാന്ന് വെച്ചാൽ ഓരോ തവണ നമ്മൾ അപ്പം ഒഴിച്ചെടുക്കൂലേ, അന്നേരവും അതൊന്ന് ജസ്റ്റ് വെള്ളം കാണിക്കുക. അതായത് നമ്മൾ ഈ ദോശ ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കില്ല, അതുപോലെ വെള്ളം ചുറ്റിച്ച് കൊടുത്തിട്ട് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കറക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അന്നേരത്തേക്കും ഇച്ചായൻ്റെ ഓഫീസിൽ നിന്ന്, അതായത് അവരുടെ ഷെഫ് നല്ല അടിപൊളി മട്ടൻ കറി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കറി ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് പിന്നെ അങ്ങനെ നമ്മളുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ലേസ് പോലെ സൈഡ് വന്നിട്ടുള്ള അടിപൊളി അപ്പമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് തവിയോ ഒന്നും വെച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അപ്പം വിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ അടിപൊളി അപ്പം, അതായത് വെറും 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ആക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് അപ്പം, അപ്പത്തിൻ്റെ കൂട്ടത്തിൽ
മട്ടൻ കറി. ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഫുഡ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോയായിരുന്നു. ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. നേരെ ലുലുവിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ്, ഇവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നേ, അവർ വന്നു. നേരം അവരുടെ കൂട്ടത്തിൽ സിയ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ ലുലുവിൽ ഇപ്പോൾ പോപ്കോണിൻ്റെ ചെറിയൊരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് പോപ്കോണൊക്കെ വാങ്ങി കഴിച്ചിട്ടുമ്പോഴത്തേക്ക് അവിടെ ഒരു പൂച്ചേനെ കിട്ടി കേട്ടോ. സിയയ്ക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇവള് പോപ്കോൺ കഴിക്കുന്ന കൂട്ടത്തിൽ അവിടെ പൂച്ചയ്ക്ക് ഓരോ പോപ്കോൺ അവിടെ ഇട്ട് കൊടുത്തിട്ട് ഇന്നാ തിന്നെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്